കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ ജോസ് കെ മാണി വിഭാഗം UDF-ലേക്ക് പോകുമോ തിരിച്ചു എന്നതായിരുന്നു പ്രധാന ചർച്ചാ വിഷയം. എന്നാൽ അത് ജോസ് കെ മാണി തന്നെ നിഷേധിച്ചു. അങ്ങനെ ഒരു ചർച്ച അവസാനിക്കുകയും ചെയ്തു എന്നാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴിതാ കേരള കോൺഗ്രസ് PJ ജോസഫ് വിഭാഗത്തെ LDF-ലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്. ജോസ് കെ മാണി UDF-ൽ നിൽക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് PJ ജോസഫിന് ജോസ് കെ മാണി മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. UDF-ൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സംരക്ഷണം നൽകാൻ തയ്യാറാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. അതിനകത്ത് ഇപ്പം അവർക്ക് വല്ല ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഒരു രക്തത്തിന്റെ ഭാവമാണ് അവർ. പണ്ടൊന്ന് നമ്മുടെ തറവാട്ടിലേക്ക് നമ്മൾ കൂട്ടിച്ചേർത്തിരുന്നു. അതിന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഞങ്ങൾ അനുഭവിച്ചു. അതൊക്കെയാണ്. പക്ഷെ അവിടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിനകത്ത് നമുക്ക് സംരക്ഷണം കൊടുക്കാം. തറവാട്ടിലേക്കല്ല, നമുക്ക് സംരക്ഷണം കൊടുക്കാം. ഇത് പറയുമ്പോൾ ചിലപ്പം അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ അവർ പറഞ്ഞിരിക്കും. അപ്പോൾ അവരുടെ തീരുമാനമാണ്. ഏതൊക്കെയാലും അവിടെ നിൽക്കുമ്പോൾ സൂക്ഷിച്ചു. അഖിലാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അഖിൽ, ഇതിപ്പോൾ ജോസ് കെ മാണിയുടെ പ്രസ്താവന ഞാൻ മനസ്സിലാക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫും കോൺഗ്രസും തമ്മിൽ ഉഭയകക്ഷി ചർച്ചകൾ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. 4 സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കാമെന്ന് പറയുന്നു. പക്ഷേ ജോസഫ് വിഭാഗം അതിന് വഴങ്ങുന്നില്ല. അത്തരത്തിലൊരു ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് ജോസ് കെ മാണി ഈ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വരൂ, സ്വീകരിക്കാം, സംരക്ഷണം നൽകാം എന്നൊക്കെ പറയുന്നത് ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കും അല്ലേ? തീർച്ചയായും ഇത് അത് തന്നെയായിരുന്നു ചോദ്യം. അതായത് ഈ ജോസഫ് വിഭാഗത്തിന് കൃത്യമായ സീറ്റുകൾ നൽകാത്ത പ്രശ്നങ്ങളും ചില അസ്വാരസ്യങ്ങളും ഉണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യം ഉണ്ടെങ്കിൽ LDF-ലേക്ക് ക്ഷണിക്കുമോ എന്നൊരു ചോദ്യമായിരുന്നു. അതിനുള്ള കൃത്യമായ മറുപടി തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് മുന്നണിയിലുള്ളിലേക്ക് വരാം, അതായത് LDF-നുള്ളിലേക്ക് വരുന്നതിൽ ഞങ്ങൾക്ക് എതിരഭിപ്രായമില്ല ഒന്ന് വായിച്ചെടുക്കാം. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഇത്തരത്തിൽ സംരക്ഷണം ഒരുക്കും, LDF-നുള്ളിലേക്ക് വരുമ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ സംരക്ഷിക്കുമെന്ന കാര്യവും അദ്ദേഹം പറയുന്നുണ്ട്. അതായത് മുന്നണിക്കുള്ളിലേക്ക് വരാം, പക്ഷേ ലയനം ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് തറവാട്ടിലേക്ക് ഇല്ല എന്നുള്ള കാര്യം പറയുമ്പോൾ മുൻപ് ക്ഷണിച്ചു ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിച്ചതാണ് എന്നൊരു വിമർശനം കൂടി വെച്ചുകൊണ്ടാണ് തറവാട്ടിലേക്കില്ല എന്ന് പറയുമ്പോൾ ലയനമില്ല, പക്ഷേ മുന്നണിക്കുള്ളിലേക്ക് വരുന്നതിൽ പ്രശ്നമില്ല എന്നുള്ളത് തന്നെയാണ് കൃത്യമായി തന്നെ ജോസ് കെ മാണി MP വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ UDF-ൽ നിൽക്കുമ്പോൾ സൂക്ഷിക്കണം, അതായത് UDF-ൽ നിന്നും ചതി ഉണ്ടാകാം, UDF ചതിക്കും എന്ന് തന്നെയാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് UDF-ൽ നിൽക്കുമ്പോൾ സൂക്ഷിച്ചോ എന്ന ഒരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം കൃത്യമായി തന്നെ നൽകുന്നത്. അതായത് ഈ അഭ്യൂഹങ്ങൾക്കിടയിലും അല്ലെങ്കിൽ UDF-ലേക്ക് പോകുമെന്ന കാര്യങ്ങൾക്കിടയിലും അതെല്ലാം നിശ്ചയിച്ചുകൊണ്ട് ജോസ് കെ മാണി രംഗത്തെത്തുന്നു. ഇപ്പോൾ ഒരു കൃത്യമായ രീതിയിൽ ഒരു വലിയ വിമർശനം തന്നെയാണ് UDF-നെ സംബന്ധിച്ചോളം അതെന്ന് പറയുന്നത്. UDF-നെ സൂക്ഷിച്ചോ എന്ന് പറയുമ്പോൾ അവർക്കൊപ്പം നിൽക്കുമ്പോൾ സൂക്ഷിച്ചു എന്ന് പറയുന്നതിൽ കൃത്യമായ ഒരു ഉത്തരമുണ്ടായെങ്കിൽ കൃത്യമായ ഒരു സജോ ദേവസ്യ കൂടി ചേരുകയാണ്. സജോ, UDF-ലേക്ക് ഇല്ല എന്ന് ജോസ് കെ മാണി അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ജോസഫ് വിഭാഗത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, അതായത് സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ വരൂ, LDF-ലേക്ക് സംരക്ഷണം ഒരുക്കാമെന്നാണ് പറയുന്നത്. കേരള കോൺഗ്രസ് പാർട്ടികളുടെ ഒരു ലയനം എന്നല്ല ജോസ് കെ മാണി ഉദ്ദേശിക്കുന്നതെന്ന് വ്യക്തമാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ നമ്മൾ അതിനെ എങ്ങനെ വിലയിരുത്തണം? വിനീത, പെട്ടെന്ന് വീണ് കിട്ടിയ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ വളരെ ഭംഗിയായി ഉപയോഗപ്പെടുത്താനുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് കേരള കോൺഗ്രസ് എമ്മിന്റെയും ജോസ് കെ മാണിയുടെയും ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ജോസഫ് വിഭാഗത്തെ LDF-ലേക്ക് ക്ഷണിക്കുക വഴി, അല്ലെങ്കിൽ അവർക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകാം എന്ന് പറയുക വഴിയും പ്രതിരോധത്തിലാകുന്നത് ഉറപ്പായും ജോസഫ് ഗ്രൂപ്പ് തന്നെയാണ്. അവർ 10 സീറ്റ് ആവശ്യപ്പെടുന്നു. അതിൽ 2 സീറ്റിന്റെ കാര്യത്തിൽ എന്തായാലും തിരികെ എടുക്കും എന്ന കാര്യത്തിൽ ഏറെക്കുറെ ഉറപ്പാണ്. അതിൽ പക്ഷേ വെച്ചുമാറ്റം അടക്കം നടത്തി 10 സീറ്റ് തന്നെ വേണം എന്ന ആവശ്യത്തിൽ ജോസഫ് ഗ്രൂപ്പ് നിൽക്കുകയാണ്. അതായത് ജോസഫ് ഗ്രൂപ്പിന് UDF-ൽ കാര്യമായ പരിഗണനയൊന്നും കിട്ടുന്നില്ല എന്ന തരത്തിലൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിനിലേക്ക് പോവുക എന്താണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് UDF ക്യാമ്പിൽ വലിയ വില ജോസഫ് ഗ്രൂപ്പിന് ലഭിക്കുന്നില്ല എന്ന സന്ദേശം പുറത്തേക്ക് നൽകുക. കാരണം UDF-ലേക്ക് ജോസ് കെ മാണി വരും എന്നതിനെ കേന്ദ്രീകരിച്ച് പല ചർച്ചകളും നടന്നിരുന്നു. ഒരർത്ഥത്തിൽ ചെറിയ തോതിലെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഡാമേജ് അതുവഴി ജോസ് കെ മാണിയുടെ ക്യാമ്പിന് വന്നു ചേർന്നു എന്നതും ഒരു പരിധിവരെ ശരിയാണ്. കാരണം അതിൽ റോഷി അഗസ്റ്റ് എടുത്ത നിലപാടെന്ന് തുടങ്ങി അങ്ങനെ പ്രചരിച്ച ചർച്ചകൾ ഒരു പരിധിവരെ ഗുണം ചെയ്തില്ല രാഷ്ട്രീയമായി എന്ന വിലയിരുത്തൽ കേരള കോൺഗ്രസ് എമ്മിലെ പല നേതാക്കൾക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനം അധിക സീറ്റ് കൂടി ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് LDF നൽകിയേക്കും എന്നൊരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. അത്തരമൊരു ഘട്ടത്തിൽ UDF ക്യാമ്പിൽ പല പ്രധാനപ്പെട്ട സീറ്റുകളുടെ കാര്യത്തിലും ഒരു ബാർഗെയിനിങ്ങിലേക്ക് ഒരുപക്ഷെ പോയേക്കാം എന്ന് മാത്രമല്ല സീറ്റ് ചർച്ചകളുടെ കാര്യത്തിൽ പോലും അനാവശ്യമായ വൈകൽ ഉണ്ടാകുന്നു എന്ന് തുടങ്ങിയുള്ള പല വികാരവും അവർക്കിടയിലുള്ള നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അവരുടെ സീറ്റ് നിർണ്ണയത്തിലേക്ക് പോകണമെങ്കിൽ ആദ്യം ഉഭയകക്ഷി ചർച്ച പൂർത്തീകരിച്ച് എത്ര സീറ്റ് ഏതെല്ലാം സീറ്റുകൾ എന്ന ഒരു ധാരണയിലേക്ക് എത്തണം. അതിനുശേഷം മാത്രമേ ജോസഫ് ഗ്രൂപ്പിന് സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ എന്ന് തുടങ്ങിയുള്ള സാഹചര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സീറ്റുകളുടെ കാര്യത്തിൽ, അതായത് കുട്ടനാട്, ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ അടക്കമുള്ള സീറ്റുകളുടെ കാര്യത്തിൽ, ഇടുക്കി സീറ്റിന്റെ കാര്യത്തിൽ പോലും വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യത്തെ ഉപയോഗപ്പെടുത്തുക എന്നൊരു നീക്കമാണ് ഇപ്പോൾ ജോസ് കെ മാണിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ശരി, തീർച്ചയായും ജോസ് കെ മാണിയുടെ പ്രസ്താവന ഏതായാലും വലിയ ചർച്ചകൾക്ക്
വഴിവെക്കുമെന്ന് ഉറപ്പാണ്. ജോസഫ് വിഭാഗത്തിന്റെ പ്രതികരണം ഇതിൽ നിർണായകവുമാണ്. അഖിലും സജോയുമാണ് വിശദാംശങ്ങൾ നൽകി.